ഡ്രൈവിംഗ് സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈവിങ്ങിലെ ഒരുപാട് സംഗതികൾ നമുക്ക് മനസ്സിലാവാറുണ്ട്. ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിർത്തും, അതുപോലെ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി പോകും. അപ്പം ക്ലച്ച് എന്താണ്, ഗിയർ ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ ക്ലച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എടുക്കാനുണ്ട്. ക്ലച്ചിലാണ് നമുക്ക് ഒരു ധൈര്യം എന്ന് പറയുന്നൊരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ക്ലച്ചിനെ കുറിച്ച് കൂടുതൽ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. എന്താണ്, നമുക്ക് ഏറ്റവും വേണ്ടത് ധൈര്യമാണ്. ധൈര്യമുണ്ടെങ്കിലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. വണ്ടി നമ്മൾ പറഞ്ഞ പോലെ കേൾക്കണം. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി എന്താ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഓടിപ്പോവുകയാണ്. എന്നാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ വണ്ടി കേൾക്കേണ്ട രീതിയിലാണ്. അപ്പോൾ വണ്ടി നമ്മൾ പറയുന്ന പോലെ കേൾക്കേണ്ട രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ അതിനെന്തെല്ലാം വേണം, എങ്ങനെ വേണം, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കൂടെ തന്നെ വരണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് നല്ല ഡ്രൈവിംഗ്, നല്ല ട്രാഫിക് നിയമങ്ങളും റൂളും പാലിച്ച് ഡ്രൈവിംഗ് തുടരാനുള്ള എല്ലാ മെത്തേഡുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം. ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഡ്രൈവിംഗ് അറിയാത്തവരുണ്ട്, അറിഞ്ഞവരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട് ഡ്രൈവിങ്ങിനെ കുറിച്ച്. അപ്പോൾ പഠിച്ചവർക്കും അറിയാത്തവർക്കും അറിഞ്ഞവർക്കും കൂടുതൽ കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്തെല്ലോ തെറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ശരിയാക്കി എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ദിവസേന കേൾക്കുന്നുണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് അപകടം സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഒരു സൂക്ഷ്മമായി നമുക്ക് മനസ്സിലാക്കാം. ഒരു ടൂ വീലർ പിന്നൊരു ടൂ വീലറും കൂടി ഇടിച്ച് പരിക്കേറ്റു, രണ്ടുപേരും മരിച്ചു. ഒരു ടൂ വീലറും പിന്നൊരു ടൂ വീലറും പോകാനുള്ള വഴി എന്താണ് വേണ്ടത്, എവിടെയാണ്, എത്രയാണ് വേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം വന്നത്? നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരല്ല. അതായത് ട്രാഫിക് നിയമങ്ങൾ, റൂൾസുകൾ പാലിച്ചല്ല ടൂ വീലറും ബാക്കിയുള്ള വണ്ടികളും ഓടിക്കുന്നത്. ദയവ് ചെയ്ത് നമ്മൾ ട്രാഫിക് നിയമങ്ങളും എല്ലാം വളരെ ഭംഗിയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കി ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് തന്നെ വണ്ടി ഓടിക്കണം. ഒരു കാരണവശാലും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി എടുക്കരുത്, ഹെൽമെറ്റ് ഇടാതെ വണ്ടി എടുക്കരുത്, റോങ് സൈഡിലെ വൺ വേയിൽ പോകരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അശ്രദ്ധയോടെ കുറേ എടുത്ത് ഇൻഡിക്കേറ്റർ ഇടാതെ വണ്ടി ഓടിച്ച് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. കുറേ ഉൾപ്രദേശത്തുള്ള റോഡുകളിലൂടെ എല്ലാം ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ കട്ട് ചെയ്യും. എന്നിട്ട് അതേ വണ്ടി ഓടിക്കുന്നവരങ്ങ് ടൗണിലോ തിരക്കുള്ള സ്ഥലത്ത് വന്ന് ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോകും. എന്താണ്, എപ്പോഴും ചെയ്യാത്ത കാര്യമായതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ട് ഇടണം. അത് ഞാൻ പറഞ്ഞ ട്രാഫിക് നിയമങ്ങൾ, റൂളുകളെല്ലാം കൃത്യമായി പാലിച്ച് വണ്ടി ഓടിച്ചാൽ ഒരു അപകടവും വരില്ല. നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഡ്രൈവിംഗ് സോണിൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം.